ഹലോ, വെൽക്കം ടു അംബോസ് ഓൾ ഇൻ വൺ. ഞങ്ങൾ ധൃതിപ്പെട്ട് എങ്ങോട്ടാണ് പോകണമെന്നല്ലേ? നല്ല വെയിലത്താണ് കേട്ടോ. നമ്മൾ സമൂഹ സദ്യ കഴിക്കാൻ പോവാണ് കേട്ടോ. അമ്പലത്തിലെ സദ്യ എന്ന് പറഞ്ഞൊരു വികാരമാണ്. അങ്ങനെ പായസം കൂട്ടി സദ്യ കഴിക്കാൻ പോവുകയാണ്. അപ്പം ഞാനും ആദ്യം കൂടെയാണ് പോകുന്നത്. അതും തന്നെ വീട്ടിൽ നിന്നേ പണി കിട്ടി. വണ്ടി കംപ്ലൈൻ്റ് ആയി. അങ്ങനെ പിന്നെ 2 വണ്ടി മാറ്റിയിട്ട് 2 വട്ടം ട്രിപ്പ് അടിച്ചു. അങ്ങനെ ഞാനും ആദ്യം നല്ല പൊരിഞ്ഞ വെയിലത്ത് നിന്ന് കിണിങ്ങുവാണ് കേട്ടോ. നിറച്ച കടകളാണ്. അമ്മയും വാവയും അല്ലൂസും നേരത്തെ ഫുഡ് കഴിക്കാൻ കയറി. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ അവർ ക്യൂവിൽ നിൽക്കേണ്ട, കയറും. അങ്ങനെ നമ്മൾ നിന്ന ക്യൂ ഏകദേശം താണ്ടെ ഈ പന്തലിനകത്തായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വെയിൽ ഒഴിവായിട്ടുണ്ട് കേട്ടോ. നല്ല കാറ്റുണ്ട്. നമ്മുടെ വയല അടുത്തായിട്ടാണ് അമ്പലം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നല്ല കാറ്റുണ്ട്. ഏത് അമ്പലം എന്നറിയണ്ടേ? പേരൂർ കരുനെല്ലൂർ ക്ഷേത്രം കേട്ടോ. അപ്പോൾ പേരൂർ അമ്പലമാണ്. അങ്ങനെ നമ്മൾ വെയിറ്റിംഗ് ആണ്. നല്ല കാറ്റുണ്ട്. ആൽമരവും എല്ലാം. ഒരുവിധം കടകളൊക്കെ 2-3 കടകളെ ഓപ്പൺ ആയിട്ടിരിക്കുള്ളൂ. ബാക്കിയെല്ലാം വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇനി ഓപ്പൺ ആവത്തുള്ളൂ. അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു ക്യൂ. പിന്നെ വെള്ളം ദാഹിക്കുന്നവർക്ക് വെള്ളമുണ്ട്. ഞങ്ങൾ അടയ്ക്കണോ വേണ്ടെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ആരോ വന്നത് എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കട്ട വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുവാണ്. വിശപ്പിൻ്റെ വിളിയും കൊണ്ടൊക്കെ നിൽക്കുവാണ്. അങ്ങനെ എന്തായാലും ആ ഒരു അടുത്തെത്താറായി. ക്യൂവിൻ്റെ എൻഡ് പോയിന്റിലേക്ക് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആശ്വാസമായി. എന്നാലും നീങ്ങുന്നുണ്ട്. അടുത്ത ഓപ്പൺ ആക്കിയപ്പോഴത്തേക്കും നമ്മൾ കയറാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും അവർ ഷട്ടിട്ടോ പറഞ്ഞു, കുഴപ്പമില്ല കയറിക്കോ, 4 പേര് കയറിക്കോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും 4 പേർക്കുള്ള സ്ഥലമില്ലായിരുന്നു, 2 പേർക്കുള്ള സ്ഥലമായിട്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാനും ആദ്യം പിന്നെ 2 അമ്മാമ്മമാരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രത്യേകമായ സ്റ്റൂളൊക്കെ തന്ന് ഇരിപ്പിടത്തിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു പന്തി കഴിക്കുന്നത് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. ഫസ്റ്റ് അനുഭവമാണ് കേട്ടോ അങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്യുന്ന, അവരെ എത്തി കഴിപ്പിച്ചിട്ട് എണീപ്പിക്കുക എന്നുള്ളത്. പിന്നെ നമ്മുടെ വീടിനടുത്തുള്ള ജംഗ്ഷനിൽ നിന്നുള്ള സദ്യയാണ് കേട്ടോ. അപ്പോൾ അവിടെയുള്ള ആളുകൾക്കെല്ലാം, ഈ വിളമ്പുന്നവർക്കെല്ലാം ഞങ്ങളെ അറിയാം. അപ്പം കാണുന്നവരൊക്കെ ചിരിക്കുന്നുണ്ട്. എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സാരമില്ല കേട്ടോ, അടുത്ത് കഴിക്കാം കേട്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. മുമ്പാണെങ്കിൽ ഭയങ്കരമായി ചമ്മി നാറിപ്പോയേനെ. പക്ഷെ ഇപ്പോൾ എന്തോ ഒരു തൊലിക്കെട്ടി വന്നതുപോലെ, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഉള്ളുകൊണ്ട് ചമ്മി നാറി പരസ്പരം നോക്കി ചിരിച്ചോണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്തായാലും കഴിക്കാനുള്ള സീറ്റൊക്കെ കിട്ടി. കറികളെല്ലാം വന്നു. നല്ല കറികളായിരുന്നു കേട്ടോ. അവിയൽ, തോരൻ, അങ്ങനെ ഒരുവിധം അച്ചാറുകൾ, അങ്ങനെ എല്ലാം നല്ല കറികളായിരുന്നു. അപ്പോഴത്തേക്കും ഇനി ചോറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളെല്ലാവരും നോക്കുന്നു, അവരും നമ്മളെ നോക്കുന്നു. ചോറിന് വേണ്ടി വന്നു. ഇനി ചോറ് വന്നു, പരിപ്പ് വന്നു, പപ്പടം വന്നു, പിന്നെ സാമ്പാർ വന്നു. അങ്ങനെ ഇതെല്ലാം കൂട്ടി നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രധാന ഹൈലൈറ്റ് പായസമാണ് കേട്ടോ. പ്രഥമൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പ്രഥമനും പഴവും കൂട്ടി കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ കുറച്ച് മോര് ഗ്ലാസ്സിലാണ് മേടിച്ചത്. അപ്പം 2 പേർ കൂടെ നല്ല രീതിയിൽ കഴിക്കാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, മോരും കുടിച്ചു, ഇല മടക്കി കൈയൊക്കെ കഴുകി ഇറങ്ങി വന്നപ്പോഴത്തേക്കും നമ്മളെ വെയിറ്റ് ചെയ്ത് 3 പേര് അവിടെ ഇരിപ്പുണ്ട്. അല്ലു, ആരു, അമ്മ. അമ്മയ്ക്ക് സദ്യ കഴിക്കാൻ പറ്റിയിരുന്നു എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ടെൻഷൻ. കാര്യം ഈ 2 കുട്ടും കൂടെ അമ്മയെ കഴിക്കാൻ സമ്മതിച്ചു എന്നുള്ളതായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, ഇരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ 2 പേരും വലിയ കുഴപ്പമില്ലാണ്ട് അവിടെ നിന്ന്. കാര്യം പിള്ളേരൊക്കെ ഉണ്ടായിട്ട്. അങ്ങനെ അല്ലൂസ് അവിടെ കടകളൊക്കെ കാണിച്ചിരുന്നുണ്ട് കേട്ടോ. നമുക്ക് തിരിച്ചു പോകുമ്പോൾ ഇതൊക്കെ മേടിച്ചുകൊണ്ട് പോകാമെന്നൊക്കെ പറഞ്ഞിരുന്നുണ്ട്. ചോറ് കഴിച്ചതിന് ക്ഷീണത്തിൽ നമുക്ക് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാമെന്നും പറഞ്ഞ് മക്കളൊക്കെ ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഒരു വൈകുന്നേരം ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും, വൈകുന്നേരം അല്ല കേട്ടോ, നൈറ്റ് ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും നമ്മൾ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗാനമേള കേൾക്കാനാണ് കേട്ടോ. നമ്മുടെ പാലാ കമ്മ്യൂണിക്കേഷൻസിൻ്റെ ഗാനമേള ആയിരുന്നു. ഭയങ്കര ആളായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇരിക്കാനൊന്നും സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇരിക്കാനൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾക്ക് ഭയങ്കര ആളായതുകൊണ്ട് ഇരിക്കാനൊന്നും പറ്റില്ല. കുറേ നേരം നിന്നൊരു തീരും. അതുകൊണ്ട് നമ്മളിത് കംപ്ലീറ്റ് ആവുന്നതിന് വരെ നിന്നില്ല കേട്ടോ. കുറച്ച് പാട്ട് കേട്ടു, ഇനി പോയിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് ഞങ്ങൾ കസിൻസ്, പിള്ളേരും, പിന്നെ അങ്കിൾ, ആൻറ്റി, അമ്മ, പപ്പ, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും നിൽക്കുവാണ്. അങ്ങനെ അല്ലുവിനെ എല്ലാവരും മാറിയൊക്കെ എടുക്കുന്നുണ്ട്. കാര്യം അല്ലുവിന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അല്ലുവിന് എത്രയും ആളുകൾ നിൽക്കുന്നുണ്ട്. നമ്മളിങ്ങനെ പുറകിലായതുകൊണ്ട് തന്നെ ഒട്ടും കാണാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ എടുത്തൊക്കെയാണ് അല്ലുവിനെ കാണിച്ചത്. ആരും അപ്പോഴേ എൻ്റെയും അമ്മയുടെയൊക്കെ തൊഴിൽ മാറിക്കിടന്ന് ഉറങ്ങി. പിന്നെ അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം നിൽക്കാനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു. പാട്ടും നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തേക്കണേ. ഓക്കെ, ബൈ, ടാറ്റാ, സീ യു ലേറ്റർ. കമൻറ്റുകൾ അറിയിക്കൂ കേട്ടോ.